നമസ്കാരം. നിങ്ങൾക്കറിയാം, ഞാൻ ഈ പാലത്തായി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അനവധി വീഡിയോകൾ ചെയ്തിരുന്നു. 2025 നവംബർ മാസം 14 തീയതിയാണ് തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി പത്മരാജനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. തുടർന്ന് 15 തീയതി മുതൽ അദ്ദേഹം ജയിലിലാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവിക മരണം വരെയാണ് പത്മരാജനെ കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. അത്തരത്തിൽ ഒരു വിധി പറയാൻ ഈ സെഷൻസ് കോടതിക്ക് യാതൊരു അധികാരവും ഇല്ല. അതിനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് ഉള്ളത്. ഇതിനിടയിൽ പത്മരാജൻ്റെ സഹോദരി മരണപ്പെടുകയും സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരോൾ നൽകുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, സാർ എന്തായി പത്മരാജൻ്റെ ഈ ജാമ്യം ലഭിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വരുമോ ഇല്ലയോ എന്നൊക്കെ. അത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പത്മരാജനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഈ അന്വേഷണങ്ങൾ അവർ നടത്തുന്നത്. ഞാനും തികച്ചും അക്ഷമനായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് സുരേഷ് കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ചു. ഒരുപക്ഷെ രാമപിള്ള സാറിന് ശേഷം കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ സീനിയർ അഭിഭാഷകൻ ബി രാജീവാണ് പത്മരാജന് വേണ്ടി ഇന്ന് ഹാജരായത്. അദ്ദേഹം കുറച്ചു നേരം തൻ്റെ വാദമുഖങ്ങൾ കോടതി മുമ്പാകെ അവതരിപ്പിച്ചു. ഇന്ന് കോടതി മുമ്പാകെ സാങ്കേതികമായി ചില കുറവുകൾ ഉണ്ടായിരുന്നു. അതായത്, ഒരുപക്ഷെ നമ്മുടെ ഒരു കുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം സത്യത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ, അഥവാ സെഷൻസ് കോടതി ആ പ്രതിയെ ശിക്ഷിച്ചാൽ പോലും അയാൾ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോകുമ്പോൾ എന്ത് വില കൊടുത്തും നാമും അതിൻ്റെ കൂടെ പോകും. അവിടെയും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അവിടെ കോടതി മുമ്പാകെ അവതരിപ്പിക്കും. എന്നാൽ ഈ കേസിൽ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ കോടതി പറഞ്ഞു, ആ കുട്ടിയുടെ പ്രസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി കോടതിയിൽ പോകണം എന്നല്ല, ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിഭാഷകനും കൂടി അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് ആ വിക്ടിമിനെ കൂടി കക്ഷി ചേർക്കാൻ ഒരു ഉത്തരവ് കോടതി ഇട്ടു. അതിനുശേഷം അടുത്ത ആഴ്ച ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചും ഒരു ആസിഡ് ടെസ്റ്റാണ്. ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധവും നിയമപരമായി നിലനിൽക്കുന്നതും ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പത്മരാജന് ജാമ്യം ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഏവരെപ്പോലെയും ഞാനും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ പത്മരാജന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൽ ജാമ്യം അനുവദിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ആഴ്ച മിക്കവാറും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച അറിയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ വിധി വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.